ഹായ് കൂട്ടുകാരെ, എന്താണെന്നറിയത്തില്ല കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു യാത്രയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 ഇയറായിട്ട് അങ്ങനെ ഒരിടത്തും പോയിട്ടില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ യാത്ര ആയതുകൊണ്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാനും ഭയങ്കര ഹാപ്പിയായിരുന്നു. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതായിരുന്നു, പെട്ടെന്ന് ഒരുങ്ങിക്കോ, എല്ലാവർക്കുമായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന്. കേട്ടപ്പോൾ തന്നെ ഈടാ എന്നായിരുന്നു. സത്യം പറയാമല്ലോ, ഒരുങ്ങിയത് പോലുമില്ല. സാധാരണ പിള്ളേർ സ്കൂളിൽ വിടാൻ വേണ്ടി അവർ 1 മണിക്കൂർ നിന്നാൽ പോലും ഒരുങ്ങി തീരൂല. പക്ഷേ ഇവിടെ പോകണമെന്ന് കേട്ടപ്പോൾ പിള്ളേർ വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി. അതിന് അവർക്കൊരു അവാർഡ് കൊടുക്കണം കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എവിടെയാണ് പോകുന്നതെന്നല്ലേ ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായ ഒരു സ്ഥലമുണ്ട്, അറിയാമോ? നെട്ട. അങ്ങോട്ടാണ് യാത്ര. എന്താണെന്നറിയില്ല, എന്താ ഭംഗി കേട്ടോ. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം മുമ്പ് എപ്പോഴോ പോയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ആഹാരം, അതാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ മൊത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴും തന്നെ അവിടുന്ന് ചൂടോടെ പൊരിച്ച് തരും മീൻ. ഓർക്കുമ്പോൾ തന്നെ വയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെതാ ഈ സ്ഥലമൊക്കെ കണ്ടതാ. നമ്മുടെ 4 കുട്ടിപ്പട്ടാളവും കൂടി വണ്ടിക്കകത്ത് കിടന്ന് കൂവലും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതെൻ്റെ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ അനിയത്തിയും പിള്ളേരും ചേട്ടനും അമ്മയും എല്ലാവരുമായിട്ടായിരുന്നു യാത്ര. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. കണ്ടാൽ നല്ല അടിപൊളി സ്ഥലമല്ലേ. നമുക്ക് ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് ഇവിടെ ഇറങ്ങിയത്. പക്ഷെ അടിപൊളി കടയുമായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴുണ്ട് ഈ ശർക്കരയിൽ ഈച്ച പൊതിയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതേപോലെ രണ്ടും കൂടി എൻ്റെ പുറകെ നിന്ന് വന്നതാ. ഒറ്റയ്ക്കൊരു വീഡിയോ എടുക്കാൻ ഇവർ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. കണ്ടില്ലേ, നമ്മളകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ചൂടോടെ അവർ മീൻ പൊരിക്കുന്നത് കണ്ട്. ഹായ്, ഇതാ ആ വല കണ്ടില്ലേ, അതങ്ങോട്ടൊക്കെ മാറ്റി നോക്കി. പിന്നെ അവിടെ നല്ല കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും എന്താ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കിടന്ന കസാരകൾ കൂട്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരേ ഇലയിൽ 2 വെച്ച് പേര് വെച്ച് തിന്നാനാണ് നമ്മുടെ പദ്ധതി. അല്ലെങ്കിൽ നമ്മൾ ബെഞ്ച് മാറിയിരിക്കണം, നമുക്ക് എല്ലാവർക്കും ഒത്തിരിക്കണം. അപ്പോൾ വിചാരിച്ചു ഒരേ ഇലയിൽ 2 പേര് വെച്ച് തിന്നാമെന്ന് വിചാരിച്ചു. അവിടെ വിളമ്പുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടി വല്ല വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ആ തുണി സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ വിളമ്പൽ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തായാലും എൻ്റെ നോട്ട് ഇതൊന്നുമല്ല. മീൻ എപ്പോഴും വരും, ഫിഷ് എപ്പോഴും വരും. അത് എത്തുന്നത് വരെ ഇനി എനിക്ക് സമാധാനമില്ല. ആ നെല്ലിക്ക അച്ചാർ കണ്ടോ, സൂപ്പറായിരുന്നു കേട്ടോ. നെല്ലിക്ക അച്ചാർ എന്നല്ല, മൊത്തത്തിൽ എല്ലാം അടിപൊളിയായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു. എല്ലാം എന്താ പറയുക, ഒരു സദ്യ കഴിച്ച പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് പായസവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച ആളെത്തി. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങോട്ട് കുരുത്തം വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കണമൊക്കെ മീൻ കണ്ടിട്ട് അയ്യോ എനിക്ക് താന്ന് വിളിക്കണ വേണ്ട. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിച്ചിട്ട് കൊടുത്തും ഒക്കെ നമ്മളവിടെ ഷെയർ ചെയ്തൊക്കെ ഇരുന്ന് തിന്നുന്നു. എങ്ങനെ പിള്ളേരൊക്കെ ആയിരുന്നു ഒരു 4 വഴിയും കൂടിയൊക്കെ ഇരുന്ന് ഒരു ബഹളമൊക്കെ കൂടി എന്തായാലും എല്ലാവരും കഴിച്ച് തീർന്നു. ബാക്കി എല്ലാവരും പോയി കേട്ടോ. അടുത്ത് പയ്യേന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൈ കഴുകാൻ പോയപ്പോഴുണ്ട് അവിടെ വെളിയിൽ നല്ല വ്യൂ പോലെ എനിക്ക് തോന്നി. ഇനി എനിക്ക് തോന്നിയതാണോ എന്നറിയത്തില്ല, എന്തോ എനിക്കവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 4 പിള്ളേരും അനിയത്തിയുടെ കൂടെ അങ്ങ് വെളിയിൽ പോയി. ഞാൻ നോക്കുമ്പോഴുണ്ട് അവർ വേറൊരിടത്ത് മീനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് വയ്യേന്ന് കയ്യും കഴുകിയിട്ട് ഇറങ്ങിയപ്പോഴുണ്ട് ഒരുത്തൻ വിളിച്ച് ചോദിക്കുന്നു, എപ്പോൾ കാണിച്ചു തരാമേ. എന്തോന്ന് ചോദിക്കണേന്നറിയാമോ? കവറുണ്ടോ, മീൻ പിടിച്ചോണ്ട് പോവാൻ കവറുണ്ടോ എന്ന്. ബസ്റ്റ് ഇവിടെ നിന്ന് മീൻ പിടിച്ചോണ്ട് പോവാനാ? അയ്യോ, എന്തായിരുന്നാലും കാണാമെന്നും പറഞ്ഞ് പയ്യെ അങ്ങനെ ഇറങ്ങി. അനിയത്തി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അനിയത്തി ചൂണ്ടയിട്ടിട്ട് നിൽക്കുന്നതാണോ? അല്ല, നിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അയ്യോ, എന്താ രസമില്ലേ, നല്ല ആഴം കാണും. അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കായിരുന്നു. എനിക്കെന്തായാലും നീന്താനൊന്നും അറിയത്തില്ല. അഥവാ ഇറങ്ങിയാൽ എന്നെ ആരെങ്കിലും കോരി എടുക്കേണ്ടി വരും. മീൻ പിടിക്കാനാണ് കേട്ടോ കുട്ടയിട്ടിരിക്കുന്നത്, അല്ലാതെ ഞങ്ങളാരുമല്ല കുട്ടയിട്ടിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ മീൻ കാണാൻ പറ്റും കേട്ടോ. വലുതും ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിലെ കുഞ്ഞു കുഞ്ഞു മീനെ കാണാം, പക്ഷെ വലുത് അങ്ങോട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതാ. രാവിലെ വന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മീനിട്ടെന്നോ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് പൊരിച്ചൊക്കെ തിന്നായിരുന്നു കേട്ടോ. കൊച്ചിലേ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണത്. നടക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങാത്തത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കുട്ടികൾ ഇറങ്ങി കുളിക്കാൻ നിന്നാൽ പിന്നെ പണിയാണ്. ഞങ്ങൾ വേറെ വെള്ളമുള്ള ഇടത്തോട്ടാണ് പോകുന്നത്.
അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ യാത്ര ഇവിടെ തീരുന്നില്ല എന്ന്. അതെ, തീരുന്നില്ല. ഞങ്ങൾ അടുത്ത് വേറൊരു സ്ഥലത്തോട്ട് ഇത് കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ നമ്മൾ എന്താ പറയുക, കളിച്ച് തിമിർത്തു എന്ന് തന്നെ പറയാം. അപ്പോഴെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.